തരാമെന്ന് വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോയി മാനഭംഗം ചെയ്ത്, മാനഭംഗത്തിന്റെ ഇടയിൽ ആ കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടിയെ അടുക്കളയിലിരിക്കുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് 7 പ്രാവശ്യം വെട്ടി തുണ്ടമാക്കി പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി വായ മൂടിക്കെട്ടി ആരും അറിയാതെ വീടിന്റെ തുറകിൽ കൊണ്ടുപോയി സ്വന്തമായി കുഴിയെടുത്ത് അതിനെ കുഴിച്ചിട്ട് അതിന് മുകളിൽ വാഴ നട്ടു 11 വയസ്സുള്ള മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുട്ടി പറഞ്ഞത് എന്റെ പിതാവ് മദ്യപാനിയാണ്, എന്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ വളരെ വഴിതെറ്റിയതാണ്, ഞാനും വഴിതെറ്റി. ആ കുട്ടി ജയിലിലായ കുട്ടി ഖുർആൻ പഠിച്ചതിന്റെ ഉള്ളിൽ ആ കുട്ടി പിന്നീട് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറി എന്ന് ചന്ദ്രാപിന്നിക്കാരനായ അബ്ബാസ് ഹാജി ഒരിക്കൽ ആ കുട്ടിയുടെ കഥ എന്നോട് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ എന്താ വിഷയം ഉണ്ടായത്? വാളൊക്കെ ഞാൻ നന്നായിട്ട് പറയുന്നതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ, ആ കുട്ടിയുടെ വീടിന്റെ സാഹചര്യം അവനെ കുറ്റവാളിയാക്കി. ജയിലിൽ വന്ന ഈ സാഹചര്യത്തിൽ അവൻ ഖുർആൻ പഠിച്ചപ്പോ അവൻ ആ ജയിലിലെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ കുട്ടിയായി മാറി. അവൻ മറ്റുള്ളവർക്ക് പിന്നീട് ഖുർആൻ പഠിപ്പിക്കുന്ന കുട്ടിയായി മാറി. ഇവിടെ ആരെയാണ് പണ്ട് എസ്.എ. ജമീലിന്റെ കത്തുപാട്ടിൽ പറയുന്നത് പോലെ അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. ഇവിടെ നാം നമ്മുടെ കുട്ടികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ നമ്മുടെ കുട്ടികൾ നന്നായി വളരണമെങ്കിൽ എന്റെ മാതാപിതാക്കളോടൊരു പ്രസംഗം വന്നതിനപ്പുറം ഒരു ക്ലാസ് പോലെ നിങ്ങളിത് ശ്രവിച്ചാൽ മതി. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടികൾ നന്നായി വളരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. നമ്മുടെ കുട്ടികളെ എപ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം? എപ്പോ മുതലാ? നമ്മൾ സാധാരണ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടായി തുടങ്ങുക, അവനൊരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ജോണി വാക്കറൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ വഅദിന് പറഞ്ഞ ഉസ്താദിന്റെ കയ്യിൽ 100 ഉറുപ്പിക കൊടുത്തിട്ട്, ഉസ്താദെ മകൻ നമ്മൾ കരുതിയതുപോലെ നല്ല അവൻ വഴി തെറ്റാൻ തുടങ്ങി, നിങ്ങൾ കാര്യമായിട്ടൊന്ന് ദുആ ചെയ്യണം, എന്റെ മകൻ നന്നാവാൻ വേണ്ടി. വെള്ളിയാഴ്ച പള്ളിയിലെ മിക്ക ഖത്തീബന്മാരുടെയും ജോലി നാട്ടുകാരുടെ മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. യഥാർത്ഥത്തിൽ ആയിക്കോട്ടെ, അതൊക്കെ അതിന്റെ പ്രതിഫലത്തിന്റെ മറുഭാഗം. നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എപ്പോൾ തുടങ്ങും? ഒന്ന് പറയും, നിങ്ങളിരുന്ന് ഉറങ്ങണ്ട, രാവിലെയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരായിരിക്കും, ഉറങ്ങാതിരിക്കാനുള്ള ഒരു വിദ്യ എന്ന് മുതലാക്കിയാൽ തുടങ്ങും. ഒന്ന് പറയും നിങ്ങൾ. 7 വയസ്സ് കല്യാണം കഴിഞ്ഞ ഒന്നുമല്ല, അതിപ്പോ കുട്ടിയുള്ള ഭാര്യയെ കെട്ടിയാലേ ഉള്ളൂ. ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ എന്ത് പറയും? ഖുർആനാണ് ഞാൻ പറയുന്നത്. ഫീ ലൗഇൽ ഖുർആൻ, സൂറത്തുൽ അഅറാഫ്. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അല്ലാഹു ഖുർആന്റെ സൗന്ദര്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനല്ലയോ? അവസാനം നീ വിവാഹ പ്രായമെത്തുമ്പോ അല്ലാഹു നിനക്കൊരു ഭാര്യയെയും കണ്ടെത്തി തന്നില്ലയോ? അല്ലാഹു പറയുകയാണ്, മനുഷ്യൻ വിവാഹ ജീവിതത്തിലേക്ക് നടന്നു, അവൻ വിവാഹം കഴിച്ചു, അവനവന്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിട്ടു. അല്ലാഹു പറയുകയാണ്, ഫലമ്മാ തഗസ്സാഹാ, അവനും അവളും തമ്മിലെ കിടപ്പറ പങ്കിട്ട് കഴിഞ്ഞപ്പോ ഹമലത്ത് ഹംലൻ ഖഫീഫാ, അവൾ ആദ്യമായിട്ടൊരു ചെറിയ ഗർഭധാരണം നടത്തി. നിന്റെ ഭാര്യ ഗർഭിണിയായി, നിനക്കൊരു സന്താനം പിറക്കാൻ പോവുകയാണ്. ഫമറത്തു ബിഹി, അവൾ ആ സന്തോഷ വാർത്തയുമായി നിന്റെ അടുക്കലോട്ട് കടന്നു വന്നു. അല്ലാഹ് പറയുകയാണ്, കല്യാണം കഴിഞ്ഞു. ഫലമ്മാ തഗശ്ശാഹ, സൂറത്തുൽ അഅറാഫ്. കല്യാണം കഴിഞ്ഞു. ഫലമ്മാ തഗശ്ശാഹ, അവൻ അവളെ പൊതിഞ്ഞു കഴിഞ്ഞപ്പോ കിടപ്പറ പങ്കിട്ടു. ഫലമ്മാ ഹമലത്ത് ഹംലൻ ഖഫീഫ, അവൾ ലഘുവായ ഒരു ഗർഭധാരണം നടത്തി. ഹംലൻ ഖഫീഫ, ലഘുവായ ഗർഭധാരണം എന്ന് പറഞ്ഞ എന്താളോട്ടൂര്? ലഘുവായ ഗർഭധാരണം. എന്ത് മനുഷ്യന്മാർ! ഇനിയിപ്പൊ അത് ഞാൻ പറഞ്ഞു തരണം. എന്തിട്ട് മനുഷ്യൻ! ഇപ്പൊ അത് ഞാൻ പറഞ്ഞു തരണം. ഇനി
ലഘുവായ ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോയ ഭർത്താവ് വൈകുന്നേരം തിരിച്ചു വന്നപ്പോ ഭാര്യ മെല്ലെ കുളിച്ചെന്നായിട്ട് സുറുമയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല. അവസാനം കിടപ്പറയിൽ പോകുമ്പോ അവള് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ചെറിയ ഗർഭധാരണം. അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ നല്ല പുളിയുള്ള ഒരു മാങ്ങ മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഇതാണ് ചെറിയ ഗർഭം. ഇത് ആദ്യമായി പെണ്ണ് അവൾ ഗർഭധാരണിയായി എന്നറിഞ്ഞു. അറിഞ്ഞാൽ ഖുർആൻ പറയുന്നു ഫമറത്ത് ബിഹി, ആ വിവരം ഭാര്യ ഭർത്താവിനോട് പറയണം. ഇത്ര സുതാര്യമായ ഒരു ഗ്രന്ഥം വേറെ ഏതുണ്ട്? നിങ്ങൾ ഖുർആൻ ഒന്ന് പഠിക്കും, അള്ളാഹുനാക്കി തരട്ടെ. ഭാര്യ ആദ്യം ഗർഭധാരണിയായാൽ ആര് പറയണം എന്ന് പോലും ലോകത്ത് പറഞ്ഞ ഒരു ഗ്രന്ഥം ഈ ഖുർആൻ തന്നെയാണ്. അസ്ട്രോണമി പറഞ്ഞത്, ഇത് പറഞ്ഞതാണ്, ബഹിരാകാശം പറഞ്ഞതും ഈ ഖുർആൻ തന്നെയാണ്. സർവ്വസാധാരണ മുതൽ ആറ്റം മുതൽ ആഖിറം വരെ പറഞ്ഞ, പരമാണു മുതൽ പരലോകം വരെ പറഞ്ഞ ഒരു ഗ്രന്ഥം. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അവള് വിവരം പറഞ്ഞു. ഫലമ്മ അസ്കലത്, ആ ഗർഭധാരണം ഉറപ്പായി എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുന്ന സമയമായി. ഡോക്ടർ പറയുമല്ലോ ഇപ്പൊ സ്കാൻ ചെയ്താൽ തെളിയൂല, പിന്നെ കുറച്ച് ഞാൻ പറയണോ എന്നെ. അപ്പൊ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഫലമ്മാ അസ്കലത്, ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ ദഅവല്ലാഹ റബ്ബഹുമാ, അല്ല പറയുകയാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ദുആ ചെയ്യണം. അല്ലാഹുവേ 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 ലഇനാ തൈതനാ സാലിഹാ, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് ആണ് വേണമെന്നല്ല, പെണ്ണ് വേണമെന്നല്ല, അല്ലാഹുവേ എനിക്കെല്ലാം ആണാണ്, ഇനിയൊരു പെണ്ണ് വേണമെന്നല്ല. ആ സമയത്ത് ഭാര്യയും ഭർത്താവും ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ 6 മാസം പ്രായമാകുമ്പോ അല്ലാഹുവിനോട് ദുആ തുടങ്ങണം. അല്ലാഹുവേ 20-ാം വയസ്സിലല്ല 18-ാം വയസ്സിലല്ല, ഉമ്മാന്റെ ഗർഭാശയത്തിൽ 6 മാസം തികഞ്ഞു കഴിഞ്ഞാൽ 4 മാസം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ തുടങ്ങണേ. ലഇനാ തൈതനാ ലഇനാ തൈതനാ സാലിഹാ, അല്ലാഹുവേ ഞങ്ങൾക്കൊരു സാലിഹായ കുഞ്ഞിനെ തന്നാൽ, എന്റെ മകൻ സാലിഹാവണം, എന്റെ മകൾ സാലിഹത്താവണം. അത് 6-ാം മാസത്തിലെ 4-ാം മാസത്തിലെ നിന്റെ ജീവിതത്തിൽ ദുആ തുടങ്ങണം. നിന്റെ മുസല്ലയിലെ കണ്ണുനീര് വീഴണം, നിന്റെ തഹജ്ജുദ് ഏറ്റവും അർത്ഥപൂർണമാകണം. അല്ലാഹുവേ അല്ലാഹുവേ ലഇനാ തൈതനാ സാലിഹാ, ഒരു സാലിഹായ കുഞ്ഞിനെ തന്നാൽ ലനകൂനന്ന മിനശാകിരീൻ, ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാണ് തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാണ് തമ്പുരാനെ. ആദ്യമായി മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ മക്കൾ എന്ന വിഷയം പറയുമ്പോ ആദ്യമായി മക്കളുടെ കാര്യത്തിൽ ഒരു മാതാപിതാക്കൾക്ക് വേണ്ടത് ദുആയാണ്, ദുആയാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അല്ലാഹുവോട് ദുആ ചെയ്തത്, അല്ലാഹുവേ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ അല്ലാഹുവേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോ ഏത് ദുആയിലും അല്ലാഹുവിനോട് പറയുമായിരുന്നു അത്രേ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനായി നീ എന്നെ മാറ്റണം. എന്നെ മാത്രമല്ല, ഞാൻ മാത്രം നിസ്കരിച്ചാൽ പോരാ, വമിൻ ദുരിയതി, എന്റെ മക്കളെയും നമസ്കാരക്കാരാക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറെ പറയാൻ സമയമില്ല, ഏറെ പറയാൻ സമയമില്ല. അല്ലാഹുവേ മാതാപിതാക്കളുടെ ദുആ എപ്പോഴും മക്കൾക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഉറപ്പാ. ആദ്യം ദുആ ഒന്നാമത് ഉണ്ടാകേണ്ടത് വെറുതെ വാകുന്നു പറഞ്ഞ് ഇങ്ങനെ കേട്ടു, വാക്കവി കുറച്ച് നീട്ടി പറഞ്ഞു, ഇതിൽ അർത്ഥമില്ല. ഞാൻ എമിറേറ്റ്സിന് പോകും, നിങ്ങൾ നിങ്ങളുടെ മാച്ചിലേക്ക് പോകും, തീർന്നു. നാളെ രാവിലെ എഴുന്നേക്കും, ഒന്നുമില്ല, അതിനർത്ഥമില്ല. അത് വെറുതെ ഒരു പ്രഭാഷണം എന്നതിനപ്പുറത്തേക്ക് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. പ്രഭാഷണം ജീവിതത്തെ സ്വാധീനിക്കും. അല്ലാഹുവിനെ ആക്കി തരട്ടെ.
അള്ളാഹു എൻ്റെ കൽബിലും നിങ്ങളുടെ കൽബിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എന്നെയും നിങ്ങളെയും അങ്ങനെ ആക്കി തരട്ടെ. ഒന്നാമത് നമ്മുടെ ദുആ, സഹോദരിമാരെ സഹോദരങ്ങളെ, ഒരു സമയത്തും എപ്പോൾ അള്ളാഹിനോട് കയ്യുയർത്തിയാലും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ മടക്കരുത്. പ്രത്യേകിച്ച് പിതാവിന്റെയും മാതാവിന്റെയും ദുആ അള്ളാഹു വല്ലാതെ സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ഖുർആൻ, ഞാൻ പറയുന്നതല്ല ഖുർആൻ, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം 120 വയസ്സായി, കുട്ടികളില്ല. 120 വയസ്സായി, കുട്ടികളില്ല. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കണ്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ هنالك دعا زكريا ربه رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബാ. അല്ലാഹുവേ ഇതുപോലെ സൽസ്വഭാവിയായ തയ്യിബായ ഒരു കുട്ടിയെ നീ എനിക്ക് നൽകണേ തമ്പുരാനെ, നീ എനിക്ക് നൽകണേ തമ്പുരാനെ. ആ സമയത്താണ് അല്ലാഹു പറഞ്ഞത്, സക്കരിയ, ഓ സക്കരിയ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. പിതാവായ സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കൊരു തയ്യിബായ കുഞ്ഞിനെ നീ നൽകണേ അല്ലാ. ഭാര്യ സാബിന്ദു ഫാഖൂദ് പ്രസവിച്ചത് യഹ്യ എന്ന പൊന്നുമോനെ. വാർദ്ധക്യകാലത്ത് കാത്തിരുന്ന് 120ാമത്തെ വയസ്സിലൊരു മകനെ കിട്ടപ്പോ സക്കരിയ നബിക്ക് വല്ലാത്ത സന്തോഷമായി. ഒന്ന് ആലോചിച്ചു നോക്കുക, വാർദ്ധക്യകാലത്ത് കിട്ടിയ ഏകാന്തരി വല്ലാതെ വാത്സല്യത്തോടെ വളർത്തി. അവസാനം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബുദ്ധിയായപ്പോ പിന്നീട് യഹ്യ നബിയെ വീട്ടിൽ കാണാനില്ല. എപ്പോഴും പള്ളിക്കുള്ളിലാണ്. നമസ്കാരത്തിൽ കിടന്നിട്ട് യഹ്യ നബി കരയാൻ തുടങ്ങി. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തെ കുറിച്ചെടുത്ത് കരഞ്ഞ് കണ്ണുനീര് താഴെ വീണിട്ട് ആ താഴെ വീണ കണ്ണുനീരിൽ നിന്ന് പുല്ല് മുളക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും യഹ്യ നബി മുസല്ലയിൽ നിന്ന് കണ്ണുയർത്തിയിട്ടില്ല. ആരെ കുറിച്ചായി പറയുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ നൂറ്റാണ്ടിലൊരു സ്വപ്നം മാത്രം, പാതിരാ സമയത്ത് മുസല്ലയിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തെ ഓർത്ത് കരഞ്ഞ് ആ കണ്ണുനീര് ഭൂമിയിൽ വീണിട്ട് അതിൽ നിന്ന് പുല്ല് മുളയ്ക്കുന്നൊരു മകനെ കാണാൻ കഴിയുമോ? അല്ലാഹ് പറയുന്ന സക്കരിയായുടെ മകന് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയായി. വാപ്പയുടെ അടുത്ത് പോവില്ല, ഉമ്മയുടെ അടുത്ത് പോവില്ല. സക്കരിയ നബി വീട്ടിൽ മകനെ കാത്തിരിക്കുകയാണ്. മകൻ പള്ളിയിൽ കിടന്ന് നിസ്കാരമാണ്. ഏതുവരെ സക്കരിയ നബി വീണ്ടും അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നല്ലോ അല്ലാഹുവേ. പക്ഷെ ഉപ്പ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ, അവനെ മടിയിലിരുത്തി ഒന്ന് താലോലിക്കാൻ എനിക്കവനെ കിട്ടുന്നില്ല അല്ലാ. അവനെപ്പോഴും നമസ്കാരത്തിലാണ്, നിന്റെ ദിക്റിലാണ്, നിന്റെ ഇബാദത്തിലാണ്. അല്ലാഹു ചോദിച്ചു, സക്കരിയ നീ എന്നോട് ചോദിച്ചത് വെറും ഒരു സന്താനത്തെ അല്ലല്ലോ. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബാ, നീ തയ്യിബത്തായ മകൻ വേണമെന്നല്ലേ എന്നോട് ചോദിച്ചത്. തയ്യിബത്തായ മക്കൾ ഇങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിയോട് മറുപടി പറഞ്ഞെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചോദിച്ച്, ഹബിലി മിൻ ലദുൻക വലിയാ, നീ ചോദിച്ചത് തയ്യിബത്തായ മകന് വേണ്ടിയല്ലേ? തയ്യിബത്തായ മക്കൾ ഇങ്ങനെയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളുടെ ദുആ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുമെന്ന് ഇത് എൻസൈക്ലോപീഡിയയുടെ കണ്ടുപിടുത്തമല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവസാനം സക്കരിയ നബി പറഞ്ഞു, പടച്ചവനെ ഇവൻ വാപ്പാന്നൊന്ന് വിളിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഇബാദത്തായി മാറിപ്പോയി. അല്ലാഹു നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആവോ സഹോദരങ്ങളെ, നരകം ഒത്തിട്ട് കരയുന്ന ഒരു മകനെ കാണാൻ കഴിയുക ഇന്ന് ലോകത്ത് ഒരു സ്വപ്നമാണ്. ലോകം ആ രീതിയിൽ മാറിപ്പോയി. ലോകം
ആ രീതിയിൽ മക്കളെ അങ്ങനെ കാണാൻ കഴിയുക. ഏറെ പറയാനുണ്ട്. ഖുർആനുമാണ്. ഇനി പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെന്നാ ഇല്ലെന്നാ? ഉണ്ട്. രണ്ടാമത് നമ്മൾ ദുആ ചെയ്തു. കുട്ടി ഉണ്ടായി. രണ്ടാമത് മാതാപിതാക്കളുടെ കടമ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ദുആ ചെയ്തൊരു കുട്ടി ഉണ്ടായി. ഖുർആൻ രണ്ടാമത് ആ കുട്ടിയെ നമ്മുടെ ഭാര്യ പ്രസവിച്ചു. ഇനി ആ കുട്ടിക്ക് ദുആ പോലെ തന്നെ അവൻ തയ്യിബത്തായി, സാലിഹത്തായി ജീവിച്ചു വളരാനുള്ള ഒരു സാഹചര്യം മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കും. പറഞ്ഞ മനസ്സിൽ ഇങ്ങോട്ട് നോക്ക്. അത് വേറെ ജോലിയില്ല. ദുആ ചെയ്തത് കൊണ്ട് മാത്രമായില്ല ആ കുട്ടിയെ പ്രസവിച്ചു. രണ്ടാമത്തെ ജോലി, ആ കുട്ടിക്ക് അങ്ങനെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ. ഷഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ വലാകിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി. ഏത് കുഞ്ഞിനെയും അതിന്റെ മാതാവ് പ്രസവിക്കുന്നത് പ്രകോപനമോ പ്രലോഭനമോ ഇല്ലാതെ നന്മ സ്വീകരിക്കാനുള്ള പ്രകൃതത്തോടു കൂടിയാണ്. ആ കുഞ്ഞിനെ എന്താണോ പഠിപ്പിക്കുക അങ്ങനെയാണ് അവൻ വളർന്നു വരിക. അവന്റെ മാതാപിതാക്കളാണ് അവൻ മജൂസിയോ നസ്രാണിയോ ആക്കി മാറ്റുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കൾക്ക് വളരാൻ കഴിയുന്ന ഒരു നല്ല സാഹചര്യം നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തു കൊടുക്കുക. ഇവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അള്ളാഹു നല്ല ബോധം തരട്ടെ. നമ്മൾ മരിച്ചാൽ മക്കൾ വന്ന് യാസീനോദി ദുആ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതനുസരിച്ചേ പറ്റൂ. ഏതുവരെ ഖുർആൻ പറയുന്നു ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആ കുട്ടി തെറ്റ് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ വീട്ടിൽ ആ കുട്ടിയെ വഴിതെറ്റിക്കുന്ന ഒരു ചെറിയ സാഹചര്യം പോലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ആര് പറഞ്ഞു? ഖുർആൻ. ഞാനൊരു ചെറിയൊരു ആയത്ത് ഓതി തരട്ടെ, നമുക്ക് മനസ്സിലാവുമോ? നന്നായിട്ട് മനസ്സിലാക്കാത്ത ഇപ്പൊ ആരതിനകത്തുള്ള ഉള്ളവരൊക്കെ എന്നേക്കാൾ വലിയ വാദന്മാരാ. ഈ ആയത്ത് നിങ്ങൾ കേട്ടോളി. ഈ ആയത്ത് നിങ്ങൾ കേട്ടോളി. എന്നിട്ട് നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് ചിന്തിച്ചോളി. ഒബാമ ഊരിയ നമ്മൾ പടിഞ്ഞാറിനെ നമ്മുടെ വീട്ടിലാക്കി. എന്താ പടിഞ്ഞാറെന്താ? നമ്മൾ പടിഞ്ഞാറിന്റെ സംസ്കാരം നമ്മുടെ വീട്ടിലാക്കി. പടിഞ്ഞാറിന്റെ സംസ്കാരം എന്താ? ഒരു പ്രശസ്തനായ എഴുത്തുകാരനും സംവിധായകനാണ് കേരളത്തിലെ രാമു കരിയാട്ടിനറിയോ? ചെമ്മീൻ സംവിധാനം ചെയ്ത ആള്. ഞാൻ എല്ലാം നന്നായിട്ട് നമ്മുടെ വായനയുടെ ലോകം പരന്നു പോകണം. രാമു കരിയാട്ട് അമേരിക്കയിൽ പോയപ്പോ സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. വല്ലാതെ തണുപ്പ് വന്നപ്പോ സായിപ്പും മദാമയും കൂടി തീ കത്തിച്ചു. രാമു കരിയാട്ട് അടുത്തുണ്ട്, ഭയങ്കര തണുപ്പ്. അപ്പൊ മദാമ സായിപ്പിനോട് പറഞ്ഞു, സായിപ്പ് എനിക്ക് വല്ലാതെ തണുക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. അപ്പൊ സായിപ്പ് പറഞ്ഞു, എനിക്കിപ്പോ നല്ല മൂടില്ല, അതുകൊണ്ട് രാമു പറ്റുമെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. ഇതാണ് പടിഞ്ഞാറ്. എന്താ മനുഷ്യന്മാരെ, ഇതാണ് പടിഞ്ഞാറ്. ഇത് നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെ വന്നു. പടിഞ്ഞാറ് അവനവന് സൗകര്യം എന്താണോ അതനുസരിച്ച് അവിടെ നിയമം. രാമു പറ്റുമെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാം, എനിക്കിപ്പോ ഒരു മൂടില്ല. നമുക്കങ്ങനെ ഒത്തിരി അബദ്ധം. ഈ പടിഞ്ഞാറ് നമ്മുടെ വീട്ടിൽ വന്നു. നമ്മുടെ മക്കളെ നമ്മൾ പച്ച വ്യഭിചാരികളാക്കി. നിനക്ക് പറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളറിയാതെ നമ്മുടെ മക്കളെ യാ അയ്യുഹല്ലദീന ആമനൂ ലയസ്തഅദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത് മിൻ ഖബരി സ്വലാത്തിൽ ഫജ്രി وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء. ഓരോ മാതാപിതാക്കളും ഓരോ ആണും പെണ്ണും മക്കളെ വളർത്തുന്നത് ആഖിറത്തിന് വേണ്ടിയാണെങ്കിൽ കേട്ടിട്ടേ പോകാവൂ. സൂറത്തു നൂറാണിത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ആഖിറത്തിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ, പരലോകത്തിന്റെ പാരവശ്യം ഓർമ്മയുള്ളവരെ, ലയസ്തഅദിൻകുമുല്ലദീന ملكت أيمانكم والذين لم يبلغوا الحلم منكم ثلاث مرات.
നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ എത്തിയവരല്ല. നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ 3 നേരങ്ങളിൽ അനുവാദം ചോദിക്കാതെ വാപ്പയും ഉമ്മയും കിടക്കുന്ന കിടപ്പറയിലോട്ട് കടന്നു വരാൻ പാടില്ലെന്ന്. പ്രായപൂർത്തി എത്തിയവരല്ല. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ 5, 6, 7 വയസ്സുള്ള നിങ്ങളുടെ പൊന്നുമക്കൾ വാപ്പയും ഉമ്മയും കിടക്കുന്ന കിടപ്പറയിലേക്ക് 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ കടന്നു വരാൻ പാടില്ല. ആരാണിത് പറയുന്നത്? അള്ളയാണ് പറയുന്നത്. അവരനുവാദമില്ലാതെ കടന്നു വരുന്നൊരു സാഹചര്യം ഒഴിവാക്കണേ. എപ്പോഴാണെന്നറിയുമോ? 1ാമത്തെ സമയം മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, ഒന്ന് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്ന നേരം, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സമയം. ആ സമയത്ത് ഭാര്യയും ഭർത്താവും കിടപ്പറയിലാണ്. ബാങ്കിന്റെ വിളി കേട്ടു. അവര് കിടപ്പറയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തങ്ങളുടെ വസ്ത്രാഞ്ചലങ്ങൾ എവിടെയാണ് മാറിക്കിടക്കുന്നതെന്ന് മാതാപിതാക്കൾക്കറിയില്ല, ഭാര്യക്കും ഭർത്താവിനും അറിയില്ല. ഉറക്കം കഴിഞ്ഞെഴുന്നേക്കുമ്പോ നിങ്ങളുടെ വസ്ത്രങ്ങളെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗത്ത് മാറിക്കിടന്നേക്കാം. ആ സമയത്ത് നിങ്ങളുടെ പ്രായബുദ്ധി എത്താത്ത മക്കൾ നിങ്ങളുടെ കിടപ്പറയിലോട്ട് കടന്നു വന്നാൽ അവര് നിങ്ങളുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാടില്ല, അതുകൊണ്ട് പാടില്ല, അതുകൊണ്ട് പാടില്ല. വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, നട്ടുച്ച നേരത്ത് നിങ്ങളുടെ വസ്ത്രങ്ങളെ നിങ്ങൾ ഉരിഞ്ഞു മാറ്റി വെക്കുന്ന സമയം. 3 സമയത്ത് മാതാപിതാക്കളെ ബെഡ്റൂമിൽ മക്കൾ കടന്നു വരാൻ പാടില്ല, അനുവാദമില്ലാതെ. വാതിരി മുട്ടി വാപ്പയും മക്കളെ വന്നു എന്ന് പറഞ്ഞാലേ വരാൻ പാടുള്ളൂ എന്ന് ഖുർആൻ സൂറത്തുൻ നൂർ. നന്നായിട്ട് പഠിച്ച മനുഷ്യന്മാരെ, നമുക്കിത് ലോകത്തോട് പറയാൻ മടിയാ, പക്ഷെ ഇന്ന് ലോകത്തോട് പറഞ്ഞേ പറ്റൂ. കാരണം ആ സമയത്ത് കുട്ടികൾ പെട്ടെന്ന് ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു വന്നാൽ മാതാവിൻ്റെതാകട്ടെ പിതാവിൻ്റെതാകട്ടെ ആ കുട്ടികൾക്ക് അപ്പോൾ വകതിരിവുണ്ടാകണമെന്നില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഔറത്ത് കാണാൻ ഇടയുണ്ട്. മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ആ സമയത്താണ് നമ്മൾ സാധാരണ നല്ല നിദ്രയിലാണ്, ഉറക്കത്തിലാണ്. ചാടി എഴുന്നേറ്റിട്ട് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ചാടി എഴുന്നേക്കും, എന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് വീണ്ടും കിടക്കും. സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്ന നേരം. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതൊരു വീട്ടിൽ ഉണ്ടാകേണ്ട മക്കളെ വളർത്തേണ്ട സാഹചര്യം ഖുർആൻ പറയാ. അള്ളയാണ് പറഞ്ഞത്, ജിബ്രീൽ ഓതി കൊടുത്താണ് ഇത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചുമ്മാ അല്ല, ഇത് ലൗഹുൽ മഹ്ഫൂദിന്റെ വാക്കാണ്, ഇത് അഹ്മദ് കബീറിന്റെ വാക്കല്ല. പാടില്ല. 2 വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, നട്ടുച്ച നേരം നല്ല ചൂടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂല, നല്ല ചൂടാണ്. ഉച്ച നേരത്ത് കടയടച്ചു, നേരെ വീട്ടിൽ പോയി ഷത്തൂരിയിട്ട് ഹാങ്കർമേ തൂക്കി, എന്നിട്ടൊരു കൈലി എടുത്തു കൊടുത്ത്. അപ്പൊ 2 മീറ്റർ ഉണ്ടാവുക കൈലി. സാധാരണ അങ്ങനെയാണ്. നമ്മൾ ചൂടുള്ള സമയത്ത് കൂടുതൽ വസ്ത്രങ്ങൾ ഇടാല്ല, കൈലി എടുത്തു കൊടുത്ത് 2 മീറ്ററേ ഉണ്ടാവും. ഒരു ഇത്തിരി കുടവേറും കൂടെ ഉണ്ടെങ്കിൽ അതെത്തൂല, തുമ്പ് മാത്രമേ എത്തൂ. അല്ല, അല്ലാഹു അക്ബർ, ഇങ്ങനെ കൈകെട്ടണവരാണെങ്കിൽ ഇത്തിരി കുടവേറുണ്ടെങ്കിൽ എത്തൂല. അപ്പൊ ആ കൈലി കൊടുത്തിട്ട് ചൂടുള്ള സമയത്ത് നല്ല തണുത്ത മാർബിളിൽ നമ്മൾ എന്ത് ചെയ്യും? കിടക്കട ഫാൻ മേലെ കറങ്ങുന്നുണ്ടാവും. റൂമിന്റെ വാതിൽ കുറ്റിയിട്ടുണ്ടാവൂല. ഫാൻ കറങ്ങുമ്പോൾ വസ്ത്രം മാറും. കുട്ടി ആ സമയത്ത് അനുവാദം ഇല്ലാതെ വാതിൽ തുറന്നു നോക്കിയാൽ ഇതിപ്പോ കോഴിക്കോട് ഗവൺമെന്റ് ബസ്സിൽ മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിൽ ഇട്ടേക്കണമാരിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പാടില്ല. ആ സമയത്ത് നിങ്ങളുടെ ബെഡ്റൂമിന്റെ വാതിൽ നിങ്ങൾ അടയ്ക്കണേ. നിങ്ങളുടെ മക്കൾ അറിയാത്തത് കാണിക്കരുത്. 3ാമത്തെ സമയം വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, 3ാമത്തെ സമയം ഇശാ നമസ്കാരം കഴിഞ്ഞ സമയം ഭാര്യയും ഭർത്താവും കിടപ്പറയിലേക്ക് പോയി. അവര് മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലകളിലോട്ട് കടന്നുപോയി. ആ സമയത്ത് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കളെ, എത്തിയവരെ കാര്യം പിന്നെ പറയണ്ട, എത്താത്ത മക്കളെ ആ സമയത്ത് നിങ്ങൾ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, വല്ലസ്തഗ്ഫില്ലദീന ലാ യജിദൂന നികാഹ ഹത്താ യലൈന തിയാബഹുന്ന ഗൈറ മുബർരിജാതിൻ ബിസീന.
പാകത്തിന് ആഗ്രഹിക്കപ്പെടാത്ത വൃദ്ധരായ പെണ്ണുങ്ങളാണോ വൃദ്ധയായ പെണ്ണുങ്ങളാണോ അവര് വസ്ത്രദാനത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതില്ല. എന്നിട്ട് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട് 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധയാണെങ്കിലും സൂക്ഷിക്കലാണ് അവരുടെ ജീവിതത്തിന് ഉത്തമം. 70 വയസ്സുകാരിയെ മാനഭംഗം ചെയ്യപ്പെടുന്ന കാലത്ത് അള്ളാന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു, വൃദ്ധയാണെന്ന് വിചാരിച്ചിട്ട് ശരീരത്തിന്റെ ഔറത്ത് നിങ്ങൾ തുറന്നിടാൻ അനുവാദമുണ്ടെങ്കിലും തുറന്നിടാനല്ല സൂക്ഷിക്കണ്ട എങ്കിലും നിങ്ങൾക്ക് ഖൈറതൊക്കെ അടച്ചു പിടിക്കലാണ്. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സ്വന്തം മാതാപിതാക്കളുടെ നഗ്നത പോലും മക്കളെ കാണിപ്പിക്കരുത്. നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുമെന്ന് ഖുർആൻ പറയുമ്പോ 7 മണി മുതൽ 9:30 വരെ ലോകത്തുള്ള മുഴുവൻ പെണ്ണിന്റെ നഗ്നതയും നമ്മുടെ മക്കളെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ 12 മണിയായാലും MTV ഫാഷൻ ടിവിയും മുസ്ലിമിന്റെ വീട്ടിൽ ഓഫാകാതെ വരുമ്പോ മാതാപിതാക്കളോട് ഒത്തിരുന്ന് മക്കൾ ഇത് കണ്ടുകൊണ്ട് പോകുമ്പോ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറതൻ വനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ആഖിറത്തിൽ മക്കൾ മാതാപിതാക്കളെ നേരെ വിരൽ ചൂണ്ടുമെന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാഹചര്യം ഏതാണ്? സ്വന്തം വീടിന്റെ ഉള്ളിൽ വ്യഭിചാരത്തിന്റെ മാറാപ്പുകൾ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് റിയാലിറ്റി ഷോകൾ വ്യാപകമായി കൊച്ചു പെൺകുട്ടികൾ റിയാലിറ്റി ഷോയുടെ ഉള്ളിലായി. ആദ്യം തുടങ്ങിയത് ഐഡിയ സ്റ്റാർ സിംഗർ, അത് 18 കഴിഞ്ഞവൾക്ക്, പിന്നീട് ഭാര്യക്കും ഭർത്താവിനുമായി, പിന്നെ അവസാനം അമ്മയും അമ്മായിയമ്മയും മാറി, പ്രായവ്യത്യാസമില്ല. അവസാനം പിന്നെയുള്ളത് പ്രസവിച്ച പെണ്ണുങ്ങൾ, അത് കുട്ടിപ്പട്ടാളമായി. ഏത് സാഹചര്യത്തിലും ഞാൻ വെറുതെ അല്ല ഭാര്യക്കെതിരെ കേരളം മുഴുവൻ സംസാരിച്ചിട്ട് മനോരമക്കാർ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നിന്ന് വേറെ രൂപത്തിൽ വന്നാലും എന്താ ഉണ്ടായത്? നമ്മുടെ ഈ ഒരു ആയത്ത് വെച്ചിട്ട് നിങ്ങൾ പരിശോധിക്കും. ആത്മാർത്ഥമായി പ്രവാസികളെ, ഈ മണ്ണിന്റെ ഉള്ളിൽ നിങ്ങൾ കഷ്ടപ്പെടുമ്പോഴും വീടിന്റെ അവസ്ഥ എന്താണ്? അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്? ഏതൊരു കുഞ്ഞിനെയും ലൈംഗികതയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. 7 മുതൽ 9:30 വരെ സാധാരണ ഇടത്തെ വലത്ത് നമ്മുടെ 2 മലക്കുകളുണ്ടല്ലോ, ഏതായാലും ഇല്ലേ? കൂടുന്നു പൊട്ടായിടം വലം 2, ഓരോരോ സാഴത്തിൽ മാറ്റങ്ങളുണ്ട്. ശുജായി മൊയ്തു മുസ്ലിയാർ അണ്ടത്തോട് വഫാത്തായി കിടക്കുന്നുണ്ട്. നമ്മുടെ അണ്ടത്തോട് തന്നെ, ചാവക്കാട് പൊന്നാനി അണ്ടത്തോട് ശുജായി മൊയ്തു മുസ്ലിയാർ. ഇടത്തും വലത്തും 2 മക്കളുണ്ട്, 2 മലക്കുകളുണ്ട്. 7 മണി മുതൽ 9:30 വരെ തിന്മെഴുതുന്ന മലക്കിന് കാര്യമായ ജോലിയുണ്ട് നമ്മുടെ വീട്ടിൽ. ഇനി ഒരു കാലത്ത് വലത്തെ തോളിന് മലക്കില് കാര്യമായ ജോലി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയവും 7 മുതൽ 9 വരെ. ഇപ്പത് തിന്മയുടെ മലക്കിന് കാര്യമായ ജോലി ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ മക്കളെ അത് നമ്മൾ കാണിച്ചു കൊടുത്തു. മക്കൾ ഓൺലൈൻ ജീവികളായി മാറി. ഖുർആനി ആയത്തിൽ പഠിപ്പിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ വളരാനുള്ള സാഹചര്യം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉമ്മ മുസല്ലയെടുത്ത് നിസ്കരിച്ചാൽ കണ്ടു നിൽക്കുന്ന 4 വയസ്സുള്ള മോള് മുസല്ലയുടെ അറ്റത്ത് വന്നിരുന്ന് അവൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിസ്കരിക്കും. ഇല്ലേ? അങ്ങനെയല്ലേ? ആ ഉമ്മ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചപ്പോ സീരിയൽ ഓൺ ചെയ്താൽ ഈ കുട്ടി അവിടെ ഉണ്ടാവും. അപ്പൊ വലാക്കിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹബ്ബിദാനിഹി. മക്കളെ വഴി പഠിപ്പിക്കുന്ന ഒരു പരിധി വരെ ആരാ? എന്താ മനുഷ്യന്മാർ ഈ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചൂണ്ട്, അങ്ങനെ നമ്മൾ ഇങ്ങനെ ചൂണ്ടിയേ പഠിച്ചിട്ടുള്ളൂ. ഈ വെള്ളം ഇങ്ങോട്ട് ചൂണ്ട്. ആരാണ്? ഞാൻ തന്നെ. പിതാവെന്ന് പറയുന്ന ഞാൻ തന്നെ. നമ്മുടെ വീട്ടിൽ എവിടെയാ ഉള്ളത്? എന്താ ഉള്ളത്? ഒരു കാലഘട്ടത്തിൽ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ علموا أولادكم 3 خصال محبة نبيكم ومحبة أهل بيتي وقراءة القرآن. അല്ലിമു ഔലാദക്കും 3 ഖിസാൽ. നിങ്ങളുടെ മക്കളെ നിർബന്ധമായും 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിരിക്കണം. നിർബന്ധമായി നിങ്ങൾ പഠിപ്പിച്ചിരിക്കണം. 1 മഹബ്ബത്ത് നബിയിക്കും, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഹുബ്ബുൻ നബി പഠിപ്പിച്ചു കൊടുക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത പഴയ നാളുകൾ എവിടെയാണ് പോയത്?
നമ്മുടെ ഉമ്മ നമ്മളെ മടിത്തട്ടിൽ കിടത്തിയിട്ട് അലിയാര് തങ്ങളുടെ കഥ പഠിപ്പിച്ചു തന്ന നാളുകൾ എവിടെ പോയി? പടമയിലോട്ട് തിരിച്ചു പോവുക, പഴയതിനെ കടമെടുക്കുക. പഴമയെ തള്ളിക്കളയാനുള്ളതല്ല, പുതുമയെ കെട്ടിപ്പിടിക്കാനുള്ളതല്ല. മടിത്തട്ടിലിരുന്നിട്ട് അലിയാര് തങ്ങളുടെ കഥ പറഞ്ഞിരുന്ന, ഖാലിദ് വലീദിന്റെ ചരിത്രം പറഞ്ഞിരുന്ന നമ്മുടെ ഉമ്മയുടെ വാക്കുകൾ എവിടെ പോയി? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ജീവിതത്തിന്റെ ഓട്ടത്തിലോട്ട് കടന്നു പോകുമ്പോ സ്വന്തം മക്കളെ ഉപദേശിക്കാൻ മറന്നു പോകുന്ന മാതാപിതാക്കളോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. വൈദ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും, ഏത് വലിയ വ്യവസായിയാണെങ്കിലും, ഏത് തിരക്കിന്റെ ഇടയിലും പിതാക്കന്മാര് സ്വന്തം മക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അവരോട് നിങ്ങൾ ഉപദേശം നടത്തണേ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? തെറ്റ് ചെയ്യാത്തൊരു സാഹചര്യം വീട്ടിലുണ്ടാക്കുക. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ മക്കളെ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക, എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കുക. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനെ അടുത്ത് നിർത്തിയിട്ടാണ് പറഞ്ഞത്, മകനെ, പൊന്നുമോനെ, പൊന്നുമോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. എന്റെ പൊന്നുമോനെ, അല്ലാഹു നീ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മോനെ. പടച്ചറപ്പിനോടുള്ള കടമ വിസ്മരിക്കരുത്. ആരാ പറയുന്നടാരാ? ആരാ പറയുന്നടാരാ? ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പൊന്നുമോനെ, ഖുർആൻ നമ്മളോട് പറയുകയാണ്, അല്ലാഹുവിനോടുള്ള കടപ്പാട് മറക്കരുത്, പടച്ചറപ്പിനോട് പങ്കു ചേർക്കരുത്. തീർന്നില്ല പൊന്നുമോനെ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. പൊന്നുമോനെ, വാപ്പ പറയുകയാണ് മകനോട്, പൊന്നുമോനെ, നിന്റെ ഉമ്മയെ മറക്കരുത്, ഉമ്മയെ സ്നേഹിക്കണേ. എത്ര വലിയ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്, അവൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പാലൂട്ടി വളർത്തിയത്. പിതാവ് പറയുന്നു, മോനെ, ഉമ്മയെ മറക്കരുതേ, മറക്കരുതേ. ഇന്ന് നമ്മൾ ആരായി മാറി? വാപ്പയും ഉമ്മയും തമ്മിൽ മത്സരമായി. മക്കളോട് മക്കളെ സ്വാധീനിക്കാൻ ഉമ്മ ശ്രമിച്ചു, വാപ്പ മക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവസാനം പങ്കുവെക്കലായി, കുടുംബ ബന്ധങ്ങളെ തകരാറിലായി. ഏറ്റവും നല്ല മക്കൾ വളരുന്നത് എവിടെയാണ്? വാപ്പ പറയുന്നു, മോനെ, ഉമ്മയെ സ്നേഹിക്കണേ, ഉമ്മയുടെ കടപ്പാട് മറക്കരുത്, അവൾ നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തീർന്നില്ല മോനെ. യാ ബുനയ്യ അഖിമിസ് സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ സാബക്. പൊന്നുമോനെ, മനസ്സിൽ കൈവച്ച് ചിന്തിക്ക, അല്ലാഹുവേ, എന്റെ മക്കളോട് ഏത് സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഉപദേശം നടത്തിയിട്ടുള്ളത്? ഖുർആനാണ്, സൂറത്തുൽ ലുഖ്മാനാണ്. മോനെ, നമസ്കാരം കളാക്കരുത്, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കണേ. വഅ്മുർ ബിൽ മഅറൂഫ്, നിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ സമയത്ത് നീ നന്മ ഉപദേശിക്കണേ, തെറ്റിനെ തടുക്കണേ. വലാ തുസ്ഗിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ. കൺമണിയെ, കൺമണിയെ, അഹങ്കാരത്തോടെ നടക്കരുത്, വൃദ്ധജനങ്ങളെ ബഹുമാനിക്കണേ എന്ന് പിതാവായ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ചേർത്ത് പിടിച്ചിട്ട് മകനോട് സതുപദേശം നടത്തിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ ആരാ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? മോനെ, ഉമ്മയെ സ്നേഹിക്കണം. ഇവിടെ വീതം വെപ്പാണ്. വാപ്പ ഉമ്മ വാപ്പാടെ കുറ്റം പറയും, വാപ്പ ഉമ്മാന്റെ കുറ്റം പറയും. നമ്മൾ പറയണത് മാതിരി ഒരു കാര്യവും നമ്മൾ ചെയ്യൂല. ഗൾഫ് കഴിഞ്ഞു പോകുമ്പോ ഉമ്മ അങ്ങനെയാണ്, വാപ്പ ഇങ്ങനെയാണ്. നമുക്ക് ഒത്തിരി തെറ്റ് പറ്റിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം നന്നാക്കി തരട്ടെ. പ്രവാസികൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ മനുഷ്യന്മാരൊന്നും എല്ലാവരും? പ്രവാസികൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഭീമ അബദ്ധം ഞാൻ പറഞ്ഞു തരട്ടെ. ഞാനല്ല, ഖുർആൻ പറയട്ടെ. എന്നോട് ഓടിക്കുവോ? നിങ്ങൾ ഓടിക്കൂല, ഈ പെണ്ണുങ്ങൾ ഓടിക്കും. പറയട്ടെ. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم منه وكسوهم وقولوا لهم قولا معروفا. ഒട്ടുമിക്ക പ്രവാസികൾക്കും പറ്റിയ അബദ്ധമാണിത്. വലാ തുഅ്തു സുബ്ഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. 10-20 വർഷം ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, ആ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ല.
നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ആരാ വിഡ്ഢി? സഫീഹാൻ ആരാ? എല്ലാ തഫ്സീറും അതിൽ നിസായി പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്പാദ്യം മുഴുവനും സ്വന്തം പെണ്ണിന്റെ പേരിൽ എഴുതി വെക്കാൻ തീർന്നു. കണ്ട, ഖുർആൻ നേരെ ചൊവ്വ പറയാൻ പറ്റൂല. പെണ്ണുങ്ങൾ മിക്കവാറും ഇപ്പൊ അത് തീർത്തിട്ടവര് പോകും. ഈ മാസാമാസം അയച്ചു കൊടുക്കണം 5000 റുപ്യ 10000 റുപ്യ അല്ലോ ആ ഭാര്യയുടെ പേര്. ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾ സമ്പാദിച്ച ആകെ പ്രവാസ ജീവിതം കഴിഞ്ഞു പോയി നാട്ടില്